ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മറ്റുള്ളവരുടെ തലച്ചോറിൽ നിന്നെന്തോ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് തോന്നി. ഈ സംശയം തീർക്കുവാൻ 1959 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറെടുത്ത് വിദഗ്ധ സംഘം പരിശോധിച്ചു. പ്രത്യേകമായി മറ്റുള്ളവരുടെ തലച്ചോറിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും കണ്ടില്ല. അവസാനം ഒരു നിഗമനത്തിലെത്തിയവർ ഈ പ്രപഞ്ചത്തിലെ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ച് അറിയുവാനും അത് കണ്ടെത്തുവാനും അത് പഠിക്കുവാനുമുള്ള ജ്വലിക്കുന്ന ആഗ്രഹങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് എന്ന് അവർ കണ്ടുപിടിച്ചു. ജർമ്മനിയിലെ ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി എണീറ്റ് നിന്ന് ചോദിക്കുന്നു, സാർ ഒരു സംശയം. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആ ചോദ്യം ചോദിച്ചത്. നിരന്തരമായി ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ക്ലാസ്സിനൊരു ബുദ്ധിമുട്ടെന്ന് ഉണ്ട് എന്ന് തോന്നിയതിന് അധ്യാപകൻ അദ്ദേഹത്തെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ കൊണ്ട് ഒറ്റയ്ക്കിരുത്തി. വീണ്ടും സംശയം, സാറൊരു സംശയം. അധ്യാപകൻ കോപം കൊണ്ട് അലറി. ക്ലാസ്സിൽ ശോകമാകമായ അന്തരീക്ഷം. ഇരിക്കടാ അവിടെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് റൂമിൽ നീ എന്നെ വന്ന് കാണണം എന്ന് അദ്ദേഹം ആക്രോശിച്ചു. സംശയങ്ങൾ ചോദിക്കുന്നതിന് മാനസികമായും ശാരീരികമായും ഏറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ബാലനാണ് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിക്കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ സൂര്യശോഭയോടെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അധ്യാപകൻ്റെ തിരുമണ്ടന് നോബൽ സമ്മാനം കിട്ടിയമ്മേ എന്ന്. എനിക്ക് ഈ സമയം ഓർമ്മ വരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്, ദി ബെസ്റ്റ് ബ്രെയിൻ ഓഫ് ദി നേഷൻസ് മേ ബി ഫൗണ്ട് ഓൺ ദി ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദി ക്ലാസ് റൂം. ദി ബെസ്റ്റ് ബ്രെയിൻ ഓഫ് ദി നേഷൻസ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ബ്രെയിൻ, നല്ല തലച്ചോറുകൾ ഇരിക്കുന്നത് ദി ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദി ക്ലാസ് റൂമിൻ്റെ ലാസ്റ്റ് ബെഞ്ചുകളിലാണെന്ന് അദ്ദേഹം പറയുന്നു. ശരിക്കും അത് ശരിയാണ്. എനിക്ക് ഈ ആ സമയത്ത് പറയുവാൻ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുവാൻ എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. അത് പ്രാവർത്തികമാക്കുവാൻ ബെഞ്ചിൻ്റെ സ്ഥാനവും ക്ലാസ് മുറികളുടെ സ്ഥാനവും നോക്കാതെ ഉയർന്നു പൊങ്ങുവാനുള്ള ശേഷി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഉയർന്നു പൊങ്ങുവാനും നല്ല ഭാവി സുരക്ഷിതമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.